തീർച്ചയായിട്ടും ഓരോ കലോത്സവങ്ങളും നമ്മളെ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുമല്ലോ. കാരണം ഈ ഒന്നാം സ്ഥാനം കിട്ടിയ കലോത്സവം മാത്രമല്ല, സ്കൂൾ തലം മുതൽ ഇപ്പോൾ നമ്മളൊരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പകുതി കലോത്സവങ്ങളാണ്. കാരണം ഒരു ജൂൺ ജൂലൈ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ ഇത് തുടങ്ങുമല്ലോ. സ്കൂളിലെ പ്രവർത്തനങ്ങൾ മറ്റ് ഈ ഇത്തരത്തിൽ കലോത്സവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങും. അപ്പോൾ കലോത്സവ വേദികളും കലോത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷവും വളരെ എക്സൈറ്റ്മെൻറ്റുമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എൻ്റെ ഓഫീസ് ഇവിടെ അനക്സ് 2-ലാണ്. എൻ്റെ ഓഫീസിൽ ജനൽ തുറക്കുന്നത് ഈ പന്തലിൻ്റെ അവിടേക്കാണ്. വാസ്തവത്തിൽ ഇത് കണ്ടപ്പോൾ ഈ സ്കൂളിന് ശേഷം ഞാൻ മാധ്യമപ്രവർത്തകയായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അത് തൊടുപുഴയിൽ നമ്മുടെ നവ്യയും അമ്പിളിയൊക്കെ പങ്കെടുത്തൊരു കലോത്സവം ഉണ്ടല്ലോ, ആ കലോത്സവത്തിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോയിരുന്നു. അപ്പോൾ അതിനുശേഷം അന്ന് എല്ലാ ദിവസവും കലോത്സവ വേദികളിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് ജോലിയുടെ ഭാഗമായിട്ട് കൂടിയാണല്ലോ. പക്ഷെ ഇപ്പം നമ്മുടെ കൺമുന്നിൽ ഇവിടേക്ക് കലോത്സവം എത്തുമ്പോൾ, തിരുവനന്തപുരത്ത് കലോത്സവം നടക്കുമ്പോൾ ഇത്രയും ദിവസം നമുക്ക് ഈ വേദികൾ അതുപോലെ ഈ കലാരൂപങ്ങൾ കാണാൻ കഴിയുന്നു എന്നുള്ള സന്തോഷം ഉണ്ട്. പിന്നെ ഈ കുട്ടികൾക്കിടയിലൂടെ മറ്റേത് ഏതെങ്കിലുമൊക്കെ ജില്ലയിൽ നടക്കുമ്പോൾ പോയി ഒരു ഇനം കണ്ടു തിരിച്ചു വരിക, അല്ല യാത്രക്കിടയിലൊക്കെ അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഇവിടെയുണ്ട്, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് വേദിയുണ്ട്, നമ്മുടെ ചുറ്റും വേദികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നൽകുന്ന ആവേശം വളരെ വലുതാണ്. ഒരുപാട് സന്തോഷം. ഇവിടേക്ക് എത്തുന്ന എല്ലാ കലാകാരികൾക്കും കലാകാരന്മാർക്കും നമ്മുടെ പ്രതിഭാധനരായിട്ടുള്ള എല്ലാ മക്കൾക്കും എല്ലാ ആശംസകളും നേരുകയാണ്. പിന്നെ തീർച്ചയായിട്ടും സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലാകുമ്പോൾ സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ നമ്മൾ പങ്കെടുത്തതും സമ്മാനം കിട്ടിയതൊക്കെ തീർച്ചയായിട്ടും ഓർക്കും ആ കാലഘട്ടം. അപ്പോൾ അത് വീണ്ടും പൊടി തട്ടി അന്നത്തെ പത്രക്കുറിപ്പുകളും അന്നത്തെ ഫോട്ടോകളും ഒക്കെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് നോക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അതെ 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 ഞങ്ങളുടെ കാലത്ത് വാസ്തവത്തിൽ 1-ാം സ്ഥാനം 2-ാം സ്ഥാനം അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ പറയുമായിരുന്നു, നമ്മുടെ ഈ അന്ന് ജഡ്ജസ് 92-ൽ അപ്പോൾ തന്നെ മോണാക്ട് കഴിഞ്ഞതിന് ശേഷം അന്നേരം തന്നെ 3-4 ജഡ്ജസ് ഒന്നിച്ച് ചേർന്ന്, അവർ എത്ര പേരുണ്ടോ അവർ ഒന്നിച്ച് ചേർന്നിട്ട് അവർ തന്നെ മാർക്ക് ഇട്ട് അവർ തന്നെ സ്റ്റേജിൽ കയറി അനൗൺസ് ചെയ്യുകയാണ് ചെസ് നമ്പർ, ഇന്ന ചെസ് നമ്പറിന് 1-ാം സ്ഥാനം, ഇന്ന ചെസ് നമ്പർ 2-ാം സ്ഥാനം എന്നുള്ളത്. അപ്പോൾ കലോത്സവങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതലൊരു ആഘോഷം, ഒരു സെലിബ്രേഷൻ ആയല്ലോ. അപ്പോൾ പിന്നെ കൂടുതൽ കലാരൂപങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ വർഷം കഴിയും തോറും അത് പരമാവധി നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ സന്തോഷം.